ചായ. ഇതെന്താ ഈ സമയത്തൊരു ചായ? കുടിക്കരാ കേട്ടാ. രാവിലത്തെ പാല് ബാക്കി വന്ന് ഞാൻ തിളപ്പിച്ചു വെച്ചേക്കുമായിരുന്നു. അതെടുത്ത് ചായ ഇട്ടതാ. ഇനി വെച്ചാ അത് ചീത്തയായി പോവും. സുബേറിനെ കാണാൻ പോണോന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. നാളെ പാം, ഞാനും വരാം. ഒന്ന് ചെന്നുകൊണ്ട് വിശേഷങ്ങൾ തിരക്കി പോന്ന സുബൈറിന് അതൊരു ആശ്വാസമാവേ. നമ്മളെ കൊണ്ട് കാശുകളിൽ സഹായിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ മാനസിക ധൈര്യം കൊടുക്കാൻ പറ്റിയേക്കുവേ. അത് ഈ സമയത്ത് സുബൈറിന് ഗുണം ചെയ്യുകയും ചെയ്യുവേ. രാഘവ് സാറേ, രാഘവ് സാറേ, സാറേ എന്തോടെ പിള്ളേ ഓടിക്കതച്ച്? എന്ത് കുഴപ്പം? അതിപ്പോ കുഴപ്പം എന്താന്ന് പറയടോ? സാറിന്റെ അനിയൻ ഉപേന്ദ്രൻ ഒരാളെയും ജീവിക്കാൻ സമ്മതിക്കാനെന്ന് പറഞ്ഞു ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക. എന്തുകൂടെ കാര്യം? ഉപേന്ദ്രന്റെ വെടിയേറ്റ് ശ്യാമക്കുഞ്ഞ് ആശുപത്രിയില്ല. വെടിയേറ്റുന്നു? എവിടെ വെച്ച്? നമ്മുടെ പഴയ വീട്ടിൽ കയറി ചെന്ന് വെടിവെച്ചെന്നാ ഞാൻ അറിഞ്ഞത്. ഇനിയെല്ലാം നേരിട്ട് ചെന്നാലേ അറിയാൻ പറ്റൂ. എന്റെ സർവേശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എന്നിട്ട് ശ്യാമയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? വലിയ പരിക്കുകളില്ലാതെ ആള് രക്ഷപ്പെട്ടെന്നാ അറിഞ്ഞത്. കണ്ണീ കൊള്ളാതെ പുരുകത്ത് കൊണ്ട് ഒഴിഞ്ഞത്രേ. എന്നാ ഇതേ ശ്യാമയോ ലക്ഷ്യപ്പിച്ചുള്ള വെടിയല്ല. ഉന്നം വച്ചിരിക്കുന്നതേ രോഹിത്തിനെയാ. അവരല്ലേ സ്വത്ത് നമുക്ക് എഴുതുന്നേ. ഇതത് തന്നെ സ്വത്തുക്കൾ തിരിച്ചെഴുത്തതിന്റെ പ്രതികാരമാ. എന്നിട്ട് ഉപേന്ദ്രനെ പോലീസ് പിടിച്ചില്ലേ? ചന്ദ്രബോസിന്റെ പോലീസല്ലേ ഉപേന്ദ്രന് തൊടുവോ? ഇത് എല്ലാരും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാ സത്യാമ്മ. രാഘവൻ സാറ് പറഞ്ഞ പോലെ സ്വപ്നം കണ്ട മുതല് കൈവിട്ട് പോയതിന്റെ നിരാശയാ. അവനെ പിടിച്ച് അകത്തിട്ടിട്ട് നല്ല പൊട്ടീന് കൊടുക്കണം. അവന്റെ മനസ്സ് നിറയെ ചതിയാ. അവർ ആ വലിയ വീട്ടില് ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ഇനി ഇതിലും വലിയ അപകടം ഉണ്ടാവും. രാഘവൻ എന്തേ പറഞ്ഞു വരുന്നേ? ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നത്. അവരോടൊപ്പം നമ്മളും താമസിച്ചിരുന്നെങ്കിലേ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇല്ല. നീ ആ ഫോണിങ് എടുത്തേ. എന്നാലും ഇത് വലിയ അക്രമമായി പോയി പിള്ളേ. ഒരാളെ കൊല്ലാനൊക്കെ നോക്കാന്ന് വെച്ചാ നിങ്ങളുടെ അനിയന്റെ സ്വഭാവമല്ലേ ഇതും ഇതിന്റെ അപ്പുറം ചെയ്യും. സത്യമേ നൂറ, സത്യമേ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്തിനും ഞങ്ങളുടെ കൂടെ. എന്റെ മോളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. നോക്കിക്കൊള്ളണം.
ബാപ്പച്ചി 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 സത്യാമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയി. ബാപ്പച്ചി